ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കണതിൻ്റെ ഒരു കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ലോങ് വീഡിയോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണിത്, പാർട്ട് 2. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ കഴുത്ത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാൻവാസിൽ വെട്ടിയെടുക്കാം. അതേപോലെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ 2 കഴുത്താണ്, ഫ്രണ്ടിലും ബാക്കിലും ക്യാൻവാസ് വെച്ച് തയ്ക്കുന്നുണ്ട്. അതെ, ഇനി നമുക്ക് കഴുത്തുമ്മ വെച്ച് അടിക്കാനായിട്ട് ആദ്യം തന്നെ ഫ്രണ്ട് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുഭാഗത്ത് ലൈനിങ്ങും നല്ല തുണിയും നടു ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ നമ്മളെ കഴുത്ത് ലൈനിങ്ങുമ്മേ വെച്ച് തേച്ചെടുത്തിട്ടുണ്ട് ക്യാൻവാസ്. അത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ. ചുറ്റുമായിട്ട് ഈ ക്യാൻവാസിൻ്റെ അവസാനിക്കണതിൻ്റെ അറ്റത്ത് കൂടെ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക. അതടിച്ചെടുത്തിട്ടുണ്ട്. അതടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ നിൽക്കണ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതടിക്കാനായിട്ട് ഞാൻ ഈ യൂട്യൂബിലൊക്കെ കണ്ട് പഠിച്ചതാണ് കേട്ടോ. ഇതേപോലെ മടക്കിയിട്ട് ലൈനിങ്ങമ്മ ഇങ്ങനെ നീർത്തുക നമ്മൾ. എന്നിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലാസ്റ്റ് ഹെമ്മിങ്ങൊന്നും ചെയ്യണ്ട, ആ പണി പെട്ടെന്ന് തന്നെ നമുക്ക് കഴിഞ്ഞ് കിട്ടും കേട്ടോ. അത് ഇതേപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയും ഇങ്ങനെ പൊള്ളപ്പ് വന്ന് നിൽക്കരുത്, ചുളിഞ്ഞ് നിൽക്കരുത്. കറക്റ്റ് ഇതാക്കി വലിച്ച് പിടിച്ച്, അല്ല ക്യാൻവാസിൻ്റെ ഭാഗമാണെങ്കിലും ലൈനിങ് ആണെങ്കിലും വലിച്ച് പിടിച്ച് അടിച്ചാൽ നമുക്ക് ഇതേപോലെ കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ വീണ്ടും നമുക്ക് വേറൊരു പണി ഇരുന്ന് തുന്നണ പണി നമുക്ക് ഒഴിവാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അതങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലെ മടക്കി പുറത്തടിക്കണവർക്ക് അടിക്കാം, ഞാനിപ്പോൾ അവിടെ അടിക്കണില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ കറക്റ്റ് ഇതാക്കി വെച്ചിട്ട് കണ്ടോ, എല്ലാ ഭാഗവും ഒരേപോലെ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രണ്ടിലാണല്ലോ ഓപ്പൺ കൊടുക്കണേ, അപ്പോൾ അതിനായിട്ട് അത് മുറിക്കുമ്പോൾ ശ്രദ്ധിച്ച് മുറിക്കണം കേട്ടോ. ഒരേപോലെ തന്നെ 2 ഭാഗം വരണം, അല്ലെങ്കിൽ രണ്ട് രീതിയിൽ നിൽക്കും. എന്നിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് വെച്ച് നോക്കാം. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കവിടെ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണമല്ലോ, അതിനായിട്ട് ഹുക്കും ഹോളും വെക്കണം. ഇത് തയ്ച്ചെടുക്കാം. അപ്പോൾ ഹോള് വെക്കണതാണ് ഈ ഭാഗം. അതിന് നമ്മൾ ലൈനിങ്ങുമ്മയും നല്ല തുണിയുമ്മയും വെട്ടിയെടുത്തിട്ടുണ്ട്. 2.5 ഇഞ്ച് വീതി, പിന്നെ നീളം നമുക്ക് എത്രയാണോ ബ്ലൗസുമ്മ വരണേ അത്ര അതിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനെക്കാട്ടും കുറച്ച് കൂടുതൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. സെയിം അതേ അളവിൽ കട്ട് ചെയ്യരുത്, കുറച്ച് കൂടുതൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വെച്ചടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊട്ട ഭാഗം, അതായത് ബാക്ക് ഭാഗം ഉണ്ടല്ലോ, ബാക്ക് ഭാഗത്ത് വെച്ച് തയ്ച്ചതിന് ശേഷം ഫ്രണ്ടിലേക്ക് നമ്മൾ മറക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് കുറച്ചിങ്ങനെ കയറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഇത്, അപ്പോൾ ആ കയറ്റി വെക്കണ ഭാഗം ബാക്കിലേക്ക്, അതായത് നല്ല ഭാഗത്തേക്ക് നമ്മളിങ്ങനെ മറച്ച് വെക്കണം. ഇതിൽ മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇതേപോലെ മറച്ച് വെച്ചിട്ട് നമ്മളവിടെ തയ്ച്ചെടുക്കുക. ഒരു 1/4 ഇഞ്ച് ഇതിൽ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഒരു 1/4 ഇഞ്ച് ഇതിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പരത്തി അടിക്കാം. ഇതേപോലെ ഒന്ന് പരത്തി അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് അപ്പുറത്തേക്ക് മറയ്ക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒന്ന് ചുളിഞ്ഞ് നിൽക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ മറച്ചിട്ട് കുറച്ചിങ്ങനെ പുറത്തേക്ക്, അതായത് കുറച്ച് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം പിന്നെ നമുക്കത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇതേപോലെ വെച്ചിട്ട് വൃത്തിയിൽ നമ്മൾ മടക്കി ആ അടിപ്പ് വന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ വലിപ്പം തന്നെയല്ല വരണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുക്കണതും വെക്കണതൊക്കെ ഒരേ വലിപ്പം തന്നെയല്ലേന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് വീതി കുറഞ്ഞും കൂടിയൊക്കെ വരും. അപ്പോൾ അതൊരു ഉള്ളിലേക്ക് പോണ ഭാഗമാണെങ്കിൽ അതൊരു വൃത്തികേടാണല്ലോ. അത് അടിച്ചെടുക്കുമ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഹോളിൻ്റെ ഭാഗവും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഹോള് പ്രത്യേകം തുന്നിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത്രയും ടൈം നമുക്ക് ലാഭിച്ചെടുക്കാം. അത് നമ്മൾ നോക്കി അടയാളപ്പെടുത്തിയിട്ട് അതങ്ങനെ അടിച്ചെടുക്കുക ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഹുക്ക് വയ്ക്കണ ഭാഗം, ഹുക്ക് വയ്ക്കണത് നമുക്ക് ലൈനിങ് പാർട്ട് മാത്രമായിട്ട് വെട്ടിയെടുത്താൽ മതി. മറ്റോടത്ത് വെട്ടി അതേ എളുപ്പത്തിൽ തന്നെ വെട്ടി, മറ്റോടത്ത് എങ്ങനെയാണോ അടിച്ചത് അതേപോലെ തന്നെ പുറത്ത് അടിച്ചെടുക്കുക. പക്ഷേ ഇവിടെ നല്ല ഭാഗത്ത് വെച്ചിട്ട് നമുക്കത് ബാക്കിലേക്ക് മടക്കുക ചെയ്യാം. അപ്പോൾ അതേപോലെ അടിച്ചെടുത്തു. പിന്നെ നമുക്കതൊന്ന് പരത്തി അടിച്ചു. എന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് മടക്കാം. അത് മടക്കുമ്പോഴും അവിടെ ഇത്തിരി കട്ടി വരുന്ന രീതിയിൽ മടക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഹുക്കൊന്ന് വെച്ച് തുന്നണമല്ലോ, അല്ലെങ്കിൽ ഭയങ്കര കനം കുറവാകുമ്പോൾ നമുക്കത് തുന്നുമ്പോൾ ഒരു ബലം കിട്ടില്ല. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 മടക്കൊക്കെ മടക്കുന്നുണ്ട് കേട്ടോ. ആ ഇതേപോലെ അത് ഫുള്ളായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ അത് വല്ലാതെ വീതിയിൽ അടിക്കരുത്, എന്നാൽ വല്ലാതെ വീതി കുറച്ചിട്ടും അടിക്കരുത്. ഇത് വെച്ചിട്ട് അതും അടിച്ചെടുക്കുക. ഇത് 2 അടിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഫ്രണ്ടിൽ ബാക്കി അപ്പുറത്തും വയ്ക്കുന്ന സൈഡ് ഭാഗം കൂട്ടി യോജിപ്പിക്കലാണ്. അപ്പോൾ അതിനായിട്ട് കണ്ടോ, അത് വെച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിനി
ഈ സൈഡ് ഭാഗം യോജിപ്പിക്കണം. അതിനായിട്ട് നമ്മുടെ അടിച്ചു വെച്ചതെടുക്കുക. അപ്പോൾ അത് ഒരു കാര്യം പറയണം, ആദ്യം തന്നെ ലൈനിങ്ങുമ്മേ എല്ലാം യോജിപ്പിച്ച് വയ്ക്കുക. അപ്പോൾ അടിക്കാനായിട്ട് ഇത്തിരി കൂടി എളുപ്പം ഉണ്ടാവും കേട്ടോ. ലൈനിങ്ങുമ്മേ നമ്മളത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഭാഗം അടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതടിക്കുമ്പോൾ ഞാൻ ഇപ്പം എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്യാനൊന്നും എൻ്റെ കയ്യിൽ മെഷീൻ ഇല്ലാത്തത് കൊണ്ട് അതിങ്ങനെ പേർന്ന് പോകുമല്ലോ. നമുക്ക് ചില തുണികൾ നന്നായിട്ട് ഇങ്ങനെ വിട്ട് വിട്ട് പോകുന്നതാകുമ്പോൾ പൊട്ട ഭാഗം യോജിപ്പിച്ച് വെച്ചിട്ട് പുറത്തേക്ക്, അതായത് നല്ല ഭാഗത്തേക്ക് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ ഇതേപോലെ അടിച്ചെടുക്കാം. ആദ്യം അടിച്ചെടുത്തതിന് ശേഷം നമുക്കത് അപ്പുറത്തെ സൈഡിലേക്ക് തിരിക്കാം. ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ലേശം കയറ്റി ഇവിടെ അടിച്ചു കൊടുക്കാം കേട്ടോ. ആ തയ്യൽ തുമ്പ് നിൽക്കണത് നമുക്ക് തൊട്ട് നോക്കി അറിയാമല്ലോ എവിടം വരെ നിൽക്കുന്നുണ്ടെന്ന്. അതിൻ്റെ അവിടെ നിന്ന് ഇത്തിരി നീക്കി വെച്ചിട്ട് നമ്മൾ അവിടെയും കൂടി ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂല് പേരണത് നമുക്ക് ഇപ്പോൾ സാധാ മെഷീനൊക്കെ ഉള്ളവർക്കാവുമ്പോൾ നമുക്കത് മറ്റേ ഇൻ്റർലോക്ക് ചെയ്യാൻ ഇതിനൊന്നും പറ്റില്ല, ഓവർലോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ തയ്യൽ തുമ്പ് അധികം അങ്ങനെ നൂല് പേർന്ന് പോരില്ല കേട്ടോ. പിന്നെ എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കണ ഒരു കാല് അല്ലെങ്കിൽ അരയിഞ്ച് നിൽക്കണത് നമുക്ക് ഇങ്ങനെ ഒന്ന് പരത്തി വെച്ച് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ. അതും കൂടി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് അപ്പോൾ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് അവിടെ കീറി പോകുന്നില്ല. അങ്ങനെ ഉള്ളിലേക്ക് ആക്കി അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അതടിച്ച് അപ്പോൾ ഒരു സൈഡിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിനി അപ്പുറത്തെ സൈഡും ഇതേപോലെ യോജിപ്പിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ ഇനി ഒരു ഭാഗം ഞാൻ അടിച്ചത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പുറത്തെ സൈഡ് നമുക്ക് അതേപോലെ തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ കുറേ നാൾ ലോങ് ലാസ്റ്റ് ചെയ്യും. അതായത് നമ്മൾ പുറത്ത് കൊടുത്ത് പിന്നെ ഓവർലോക്കൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു മെഷീൻ ഇല്ലാത്തവർക്ക് നമ്മളതിന് വേറെ രീതി കാണണമല്ലോ. അങ്ങനെ ഒരു രീതിയിൽ അടിച്ചെടുത്തതാണ്. ഞാൻ ബാക്ക് ഭാഗത്തും കഴുത്ത് ഇതേപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ യോജിപ്പിക്കണം. അപ്പോൾ ഷോൾഡർ യോജിപ്പിക്കാനായിട്ട് ഞാനൊരു ഇത് പറഞ്ഞു തരാം. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഇതേപോലെ നമ്മൾ രണ്ട് ഭാഗത്തും അടിച്ചെടുത്തതിൽ ഇങ്ങനെ വെച്ചടിക്കരുത്. അതായത് നമ്മൾ കൂട്ടി വെച്ചടിക്കില്ലേ, അതേപോലെ അടിക്കണതിന് പകരം ഇതിങ്ങനെ തുറന്നു വയ്ക്കാം. ഇപ്പോൾ എന്നിട്ട് ഞാനിപ്പോൾ ഒരു സൈഡ് നമ്മൾ എടുക്കുക, അത് തുറന്നു വെച്ചതിന് ശേഷം ഇതേപോലെ വെച്ചിട്ട് നല്ല ഭാഗവും ഇങ്ങനെ ഒരുമിച്ച് വരണ രീതിയിൽ വെച്ചിട്ട് കൂട്ടി വെച്ചിട്ട് ഇതേപോലെ ഒരു ഭാഗത്തിനെ മറ്റേ ബാക്ക് ഇപ്പോൾ ഫ്രണ്ട് ഭാഗമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചതിന് ശേഷം അതിനെ ബാക്ക് ഭാഗത്തോണ്ട് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു അരയിഞ്ച് എത്ര നമ്മൾ അരയിഞ്ചാണല്ലോ മുകളിൽ യോജിപ്പിക്കാൻ എടുക്കുക, അവിടെ അടിച്ച് കൊടുത്തത് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ കിട്ടും. അപ്പോൾ ബാക്കിലായാലും ഫ്രണ്ടിലായാലും ഒരേപോലെ നമ്മൾ ലോക്ക് ചെയ്തടിച്ച പോലെ വരും. അവിടെയും തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ. അപ്പോൾ നമുക്കത് ഷോൾഡറിൻ്റെ അവിടെ ഒരു ഇങ്ങനെ നമുക്ക് ചിലവർക്കൊരു മുഴച്ചൊക്കെ നിൽക്കില്ലേ, അതുപോലെ ചിലവർക്കൊരു വേദന വരും അവിടെയൊക്കെ. ഇങ്ങനെ നമ്മളതിങ്ങനെ മുഴച്ച് നിൽക്കുമ്പോൾ അതില്ലാത്ത രീതിയിൽ അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് 2 ഇഞ്ചാണ് ഞാൻ ബ്ലൗസിനൊക്കെ ഷോൾഡർ അതെടുക്കുക. പിന്നെ 1/2 ഇഞ്ച് നമുക്ക് അടിച്ച് കളയാനുള്ളത്, കൈയും ഷോൾഡർ യോജിപ്പിക്കാനുള്ളത് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ബാക്കി വെട്ടിക്കളയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കൂടുതൽ എടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേണ്ടതിനെക്കാട്ടും കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പ് തീരെ ഉണ്ടാവില്ല. അപ്പോൾ വേഗം വിടാനുള്ള ചാൻസ് കൂടും, അതുപോലെ കീറാനുള്ള ചാൻസൊക്കെ കൂടും. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ചെടുക്കുക. കൈക്കുഴി ഭാഗം ഒന്ന് കുഴിച്ച് വരയ്ക്കുക. പക്ഷേ ബാക്ക് ഭാഗത്തേക്ക് അങ്ങനെ കുഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിങ്ങനെ ഇതായിട്ട് തന്നെ വയ്ക്കാൻ മതി. അതേപോലെ വെട്ടിയെടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ യോജിപ്പിക്കാം. അപ്പോൾ ഞാൻ കയ്യുമ്പോൾ ചെറുതായിട്ട് ഇതേപോലെ ഞെറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മാത്രം മുകളിൽ മാത്രം ഇത്തിരി പൊന്തിക്കാനുള്ള രീതിയിൽ ഞെറിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളത് അതേപോലെ തന്നെ കൈ നമ്മൾ അടിച്ചെടുത്ത് 2 ഭാഗം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പള്ള, അതായത് നമ്മുടെ സൈഡ് യോജിപ്പിച്ചെടുക്കലാണ്. സൈഡും യോജിപ്പിക്കുക, അതേപോലെ തന്നെ അടി മടക്കി അടിക്കുക. അപ്പോൾ അടി നമുക്ക് എത്ര ഇറക്കത്തിനാണോ വേണ്ടത് ആ ഇറക്കം അടയാളപ്പെടുത്തിയതിന് ശേഷം അതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ബാക്കി നിർത്തി ബാക്കി വെട്ടിക്കളയുക. ഫ്രണ്ടിൽ നമുക്ക് വെട്ടിക്കളയാനുണ്ടാവും. ആ വെട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ അത് മടക്കി അടിക്കുക. അതിന് ശേഷം പള്ള യോജിപ്പിക്കുകയായിരിക്കും കേട്ടോ നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടി മടക്കി അടിക്കണേക്കാട്ടും മുന്നേ പള്ള യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ അടിയിൽ
ആ സൈഡ് ഭാഗം വരുമ്പോൾ അത് കൂട്ടി വെച്ച് നമ്മൾ അടിച്ച് കളയും. പിന്നെ നമുക്കത് അഴിച്ചിടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടി നമ്മൾ അടിച്ചത് വീണ്ടും അടി മടക്കി അടിച്ചത് നമ്മൾ വിടിയിപ്പിച്ചതിന് ശേഷം അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് നമ്മളൊന്ന് വണ്ണം വെച്ചാലോ നമുക്ക് അടിക്കാനായിട്ട് കുഴപ്പമുണ്ടാവില്ല, സൈഡ് അഴിച്ചിടാനായിട്ട് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ യോജിപ്പിച്ചെടുക്കാം. പിന്നെ കഴുത്തൊക്കെ ഇത്തിരി കൂടി വൈഡാക്കി വെട്ടണവർക്കും ഇറക്കി വെട്ടണവർക്കും അങ്ങനെ അവരവരുടെ ഇഷ്ടത്തിന് വെട്ടാട്ടോ. ഇതേ ഇനി നമുക്കവിടെ ഹുക്ക് തുന്നാൻ എടുക്കുക വേണ്ടു, ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇപ്പുറത്തെ സൈഡായിട്ട് നമുക്ക് ഹുക്കും കൂടി തുന്നിയെടുത്ത് കഴിഞ്ഞാൽ ബ്ലൗസിൻ്റെ പണി കഴിഞ്ഞിട്ട് വേഗം തയ്ച്ച് കഴിയേണ്ടതാണ്. നമ്മൾ അത് വെട്ടാനാണ് നമുക്ക് ഇത്തിരി, അതായത് ആദ്യമായിട്ട് തയ്ക്കണവർക്ക് കുറച്ച് നേരം പിടിക്കും. പിന്നെ നമ്മൾ തയ്ച്ച് നല്ല പ്രാക്ടീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തയ്ച്ച് കഴിയും കേട്ടോ. ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. വേഗം തയ്ച്ച് കഴിയുന്ന ഒരു ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഞാനത് കമൻസിന് റിപ്ലൈ തരിക, അല്ലെങ്കിൽ അത് ഏത് ഭാഗമാണോ മനസ്സിലാവാത്തത് അത് വേറൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസ്, ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് തയ്ക്കുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റ.